മദർ എന്തായി? ഫാദറിന് നല്ല പ്രഷറുണ്ടാനു. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പാലിക്കത്തറവാട്ടുകാരോട് ഒന്ന് സംസാരിച്ചൂടെ മദറിന്? ഞാനും അത് തന്നെ വിചാരിച്ചേ. ആനെ ഒന്ന് വിളിക്കാം. 2 ദിവസം ക്ലാസ് ഇല്ല. ഇവ നമ്മൾ എങ്ങനെ കാണൂടി? നിന്റെ പറച്ചിലേട്ടാ ദൂരെ എങ്ങോട്ടോ യാത്ര പോകുന്ന കണക്കാ. മണ്ടേ നമുക്ക് കാണാമല്ലോ. ആ, നീ വാഷ്റൂമിൽ വരുന്നുണ്ടോ? ഇല്ല, നീ പോയിട്ട് വാ. ഓക്കെ. ഇവ എന്ത് വേണം? ഒരു ഓർഫണാണെന്നുള്ള ഒരിതും നിനക്കില്ലല്ലോ. അവർ നിന്റെ വെറും ഒരു ഗാർഡിയൻ മാത്രമാണ്. അവരാരും നിന്റെ സ്വന്തമല്ല. നീ ഓർത്തോ ഇവ, നീ ഒരു ചാവാലിപ്പട്ടിയാ. നിന്റെ പേരൻസിന് പോലും നിന്നെ വേണ്ട. കഷ്ടം. അതായിരിക്കുമല്ലോ അവർ വഴിയിൽ വലിച്ചെറിഞ്ഞിട്ട് പോയത്. ഇവയല്ലേ അവിടെ ഇരിക്കുന്നത്? ഇവ മോളെ എന്തു പറ്റി? മോളെ കരയാതെ, എന്തു പറ്റിയടാ? എന്റെ വീട്ടുകാരെന്നെ വലിച്ചെറിഞ്ഞതല്ലേ ഇച്ച. എനിക്ക് ആരും ഇല്ല. ആര് പറഞ്ഞു? നിനക്ക് ഞങ്ങളില്ലേ? നിങ്ങൾ എന്റെ സ്വന്തം അല്ലല്ലോ ഇച്ച. നോക്കി, നീ ഞങ്ങളുടെ സ്വന്തമാ. ഞാൻ നിന്റെ സ്വന്തം ഇച്ഛയാ. നിനക്ക് ആരോട് വേണമെങ്കിലും ധൈര്യമായിട്ട് പറയാം നിനക്കൊരു ഇച്ഛാനുണ്ടെന്ന്. ആരാ ഇത് നിന്നോട് പറഞ്ഞ? ജെനി. സാരമില്ല, പോട്ട്, നീ വാ. ചിത്തിര പൂവേയെ ചെല്ലമടിനി കണ്ണെല്ലാം നീയാകും കൊള്ളை മദിനി കാലമേ പോനാലും പിള്ളை മൊഴിനി. ജെനി, താൻ ഇവിടെ വരുന്നത് പഠിക്കാനാ. അത് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് ജെനിക്ക് മനസ്സിലായല്ലോ. ആ സാർ. പിന്നെ ഇവയ്ക്ക് ഞങ്ങളുണ്ട് എന്നും എപ്പോഴും. അതോർത്ത് ജെനി ടെൻഷൻ അടിക്കണ്ട. ഏതാ, നീ ആദൂനം കൊണ്ട് പൊക്കോ. ഞാനും ഇച്ചേച്ചിയും ഓർഫനേജിൽ കയറിയിട്ട് വരാം. ഓക്കെ. പോകാം. നീ ഏതെൻ്റെ കൂടെ പൊക്കോ. അയ്യോ, ഇയാളുടെ കൂടെയോ? ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോകും? വാ അതു. ഈവ. സാർ. താൻ ഞങ്ങളോട് വാ. വേണ്ട സാർ, ഞാൻ ബസ്സിൽ പൊക്കോളാം. ഞങ്ങൾ ഓർഫനേജിലോട്ടാ പോന്നേ. താൻ വാ. അതെയോ? എന്നാ വരാം. വാടി കേറ്. ഇച്ചേച്ചി. നീ എന്താ അത് ഒന്നും മിണ്ടാത്ത? ഒന്നുമില്ല. ഇന്നെന്ത് ജാടയായിരുന്നടി നിനക്ക്? സാർ ക്ലാസ്സിൽ നിന്ന് എങ്ങനെ പെരുമാറിയെന്ന് ഓർമ്മയുണ്ടോ? അത് നിന്റെ ഷോ കണ്ട് മനപ്പുറം ചെയ്തതല്ലേ? ഓഹോ, മനുഷ്യനങ്ങ് ഉരുകിപ്പോയി. അതായിരുന്നു എനിക്ക് വേണ്ടത്. ദുഷ്ട. അല്ല, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് കേട്ടപ്പോൾ ചിലരുടെ മുഖം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതാരാ? ഞാൻ കണ്ടില്ലല്ലോ. എന്നോടുള്ള ഇഷ്ടം എത്ര നാളിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുമെന്ന് എനിക്കൊന്ന് കാണണം. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ആനി. ആരോണം ഉണ്ടോ? വാ, ഇരിക്ക്. മദർ. ഇവ മോള് പോയി ഫ്രഷ് ആയിട്ട് വാ. നിങ്ങളെ വിളിപ്പിച്ചത് ഇവയുടെ കാര്യം പറയാനാ. എന്താ ആൻറ്റി? നിങ്ങൾക്കറിയാലോ, ഇവിടെ 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾ കെട്ടിച്ചിടുകയാണ് പതിവ്. പക്ഷേ ഇവ നല്ലോണം പഠിക്കുന്നുണ്ട്. എനിക്കതിന് മനസ്സ് വന്നില്ല. ഈ 2 വർഷം ഫാദറിനോട് ഞാൻ എന്തൊക്കെയോ റീസൺ പറഞ്ഞിട്ടാണ് ഇവിടെ അവളെ നിർത്തിയത്. ഇപ്പോൾ ഫാദർ തീർത്ത് പറഞ്ഞേക്കുക ഒരു തീരുമാനം എടുത്തേ പറ്റൂന്ന്. അവള് നല്ലോണം പഠിക്കുന്ന കുട്ടിയല്ലേ, അതുകൊണ്ട് മുന്നോട്ട് അവളെ പഠിപ്പിച്ചോട്ടെന്ന് നിങ്ങൾക്ക് വിചാരിച്ചൂടെ? എനിക്ക് അവളെ പഠിപ്പിക്കണമെന്ന് തന്നെ ആഗ്രഹം. പക്ഷേ ഫാദർ പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ആരോൺ. അല്ല ആൻറ്റി, നിങ്ങൾക്ക് ഇവ എവിടെ നിന്നാണ് കിട്ടിയത്? അതെനിക്കറിയില്ല ആനി. ഞാൻ അപ്പം ഇവിടെ ഇല്ലായിരുന്നല്ലോ. 2-3 വർഷം കഴിഞ്ഞിട്ടല്ലേ ഞാൻ ജോയിൻ ചെയ്തത്. എന്നാ കിട്ടിയെന്ന് വല്ല ഡേറ്റ് വല്ലതും ഉണ്ടോ ആൻറ്റി? ഞാൻ നോക്കട്ടെ, രജിസ്റ്ററിൽ ചിലപ്പോൾ കാണും. കിട്ടി. November 25, 2007. വാട്ട്? ചേച്ചി, ഈ ഒരു ഫോട്ടോ ഉള്ളായിരുന്നു അവളുടെ കയ്യിൽ ആകെ. നോക്ക്. ഇവ എന്തു പറ്റിയാനി? കണ്ണൊക്കെ നിറഞ്ഞല്ലോ. മദർ, ഇത് ഞങ്ങളുടെ ഇവയാ. നിങ്ങളുടെ ഇവയോ? പണ്ട് കാണാതെ നിങ്ങളുടെ സിസ്റ്റർ. അതെ മദർ, ഞങ്ങളുടെ ഇവ. ഓ ഗോഡ്,
ഇത്രയും നാളും ഈ ഓർഫനേജിൽ ഒരു അന്യയെ പോലെ അവള് ഞങ്ങളുടെ കൺമുന്നിൽ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് അവളെ മനസ്സിലായില്ലല്ലോ ആൻറ്റി. കർത്താവിന്റെ തീരുമാനം അങ്ങനെ ആയിരിക്കും ആനി. ഞാൻ ഈ കാര്യം ഏതിനെ വിളിച്ച് പറയട്ടെ? ആരോൺ, ആ ഇപ്പോൾ ഏതൻ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. നീ അവനോട് പറഞ്ഞേരെ. ഹായ് ചേച്ചി. അതെന്താ ആനി അങ്ങനെ പറഞ്ഞ? കുറേ നാൾക്ക് ശേഷം കാണുമല്ലേ ഞങ്ങളുടെ ഇവയെ, അതുകൊണ്ട് അവർക്കൊരു സർപ്രൈസ് കൊടുത്തേക്കാം. അതെന്തായാലും നല്ലതാ. മദർ, ആ ഇച്ചേച്ചി പോയില്ലേ? ഞാൻ കരുതി പൊക്കാണോന്ന്. ഇത്രയും നാളും അടുത്തുണ്ടായിട്ടും ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ മോളെ നിന്നെ. ഇച്ചേച്ചി എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഓർഫൺ അല്ല, നിനക്കൊരു ഫാമിലി ഉണ്ട്. മദർ എന്തൊക്കെ പറയുന്നേ? അതെ മോളെ, നീ പാലക്ക തറവാട്ടിലെ ജോണിൻ്റെയും മേരി ജോണിൻ്റെയും മകളാ. വാട്ട്? ഈ ഫോട്ടോ ഇതിൽ നിൻ്റെ കൂടെ ഉള്ളത് ആരാന്ന് നിനക്കറിയോ? ഇല്ല, ഇത് ആരോണാ. ഹാ അതെ, നിൻ്റെ 3rd ബർത്ത്ഡേക്ക് ആരോൺ നിനക്ക് ഗിഫ്റ്റ് ചെയ്തതാ. എനിക്കിത് വിശ്വസിക്കാവോ? വിശ്വസിക്കൈവാ, നീ ഞങ്ങളുടേതാ, ഞങ്ങളുടേത് മാത്രം. ചേച്ചി മോളെ. ആരോൺ, എവിടെ എൻ്റെ ഇവ? ദേ നിൽക്കുന്നെൻ്റെ ഇവ. ഹാ ഇച്ചായ, ഇവ ഇച്ച. ഇവ മോളെ, കരയാതെ മോളെ. ഇച്ച, ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ ചേച്ചി, ഇത് നമ്മുടെ ഇവയായിരിക്കുമെന്ന്. ഇവ, ഞാൻ നാളെ വരാം നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ നമ്മുടെ വീട്ടിലേക്ക്. ഇന്ന് തന്നെ കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷെ അത് വേണ്ട. വീട്ടിലെല്ലാവർക്കും ഒരു പണി കൊടുക്കണം. ശരി ചേച്ചി. പോട്ടെ മോളെ, നാളെ ഞങ്ങളുടെ ഇവയായിട്ട് വരാനുള്ളതല്ലേ, ഇങ്ങനെ കരഞ്ഞിരിക്കരുത് കേട്ടോ. ശരി ചാ. അപ്പോൾ പറഞ്ഞതെല്ലാം രണ്ടാൾക്ക് ഓർമ്മയുണ്ടല്ലോ? ആയി ചേച്ചി, എല്ലാം സെറ്റ്, നമ്മുടെ പ്ലാൻ പോലെ തന്നെ നടക്കും. എന്നാ വാ. നിങ്ങൾ വന്നോ? ആൻറ്റി എന്താ പറഞ്ഞേ? അതൊക്കെ പറയാം, എല്ലാരും വിളിച്ചിട്ട് വാ. എന്തിനാ അനി നീ എല്ലാവരോടും വരാൻ പറഞ്ഞേ? ഈ ചേച്ചി തുടങ്ങിക്കോ. അത് പപ്പ, എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? അത് ഞാൻ ഇവയെ ഓർഫനേജിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചു. സത്യമാണോ ചേച്ചി? എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ആദു, നീ മിണ്ടായിരുന്നേ. നീ എന്താ ഈ പറയുന്ന അനി? ഞാൻ കാര്യമായിട്ടാ ജോണപ്പ പറഞ്ഞത്. മോളെ, നീ എന്താ ഈ പറയുന്നേ? അത് പറ്റില്ല ആനി. അതെന്താ മമ്മി പറ്റാത്തത്? ഇവയ്ക്ക് ആരുമില്ല മമ്മി, അവളൊരു പാവമാ. അവളെ നമുക്ക് നമ്മുടെ ഇവയായിട്ട് കണ്ടൂടെ? പറ്റില്ല അതു, ഇവിടെ സ്ഥാനത്ത് ആരും വേണ്ട. അത് ജോണപ്പ, നിന്നോടല്ലേ അത് മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. ആദു വേണ്ടടി, ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മോളെ ആദു, നീ എത്ര പറഞ്ഞാലും നമ്മുടെ പപ്പമാർക്കും മമ്മിമാർക്കും മനസ്സിലാകില്ല. പപ്പ, മമ്മി, ആ കുട്ടിയുടെ സ്ഥാനത്ത് നമ്മുടെ ഇവയും ആദ്യമായിരുന്നെങ്കിലോ? ഇവയാണ് അങ്ങനെ ഓർഫനേജിൽ ഒരു അനാഥയെ പോലെ കിടന്നിരുന്നെങ്കിലോ? എടാ, ഇച്ചാനെല്ലാം അറിഞ്ഞെന്ന് തോന്നുന്നു, മിണ്ടാതിരിക്കടാ പൊട്ട. എന്തൊക്കെ പറഞ്ഞാലും ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇതാ ഞങ്ങളുടെ തീരുമാനം. നിങ്ങളുടെ തീരുമാനം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എൻ്റെ തീരുമാനം പറയാം. ഇവയെ ഞാൻ ഈ വീട്ടിലോട്ട് തന്നെ കൊണ്ടുവരും, അതും നാളെ തന്നെ. ഇതാനിയാ പറയുന്നത്. ചേച്ചി ഓൺ ഫയർ. ആരെതിർത്താലും ഇവയെ ഞാൻ കൊണ്ടുവരും മമ്മി. നമ്മുടെ ഇച്ചേച്ചിയാണോടി പോയത്? ആണെന്നാ തോന്നുന്നേ. എന്നാലും ഇച്ചേച്ചി ഇത്രയും ദേഷ്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുമല്ല, ഇച്ചേച്ചിയുടെ ഒറ്റ ഡയലോഗിൽ പപ്പമാരുടെയും മമ്മിമാരുടെയും വരെ മിണ്ടാട്ടം മുട്ടിപ്പോയി. ആനി ഫ്ലവർ അല്ലടാ, ഫയർ. എടാ, ഏതാ ഈ പൊട്ടന്മാര് വിശ്വസിച്ചെന്നാ തോന്നുന്നത്. ശരിയാ. ഇവ വാ, ഇറങ്ങ. ഇതാരാ കാറില്? ഇതാണ് നമ്മുടെ വീട്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇവ? ആദ്യം കുറച്ച് കലിപ്പൊക്കെ ആയിരിക്കും, പിന്നെ സത്യം അറിയുമ്പോൾ ഓക്കെ ആവും. ചേച്ചി,
എന്നാ വാ. എടി ആദു, ഇവ വന്ന്. ഹേ, വന്നോ? പപ്പ, മമ്മി, ഇച്ചായ, ഇച്ചേച്ചി, എന്നാത്തിനാണ് ഈ കിടന്ന് കൂവുന്നേ? ദേ മുറ്റത്തൊരു മൈന. വാ ആനി, നിന്നോട് ഞങ്ങൾ പറഞ്ഞതല്ലേ, എന്നിട്ട് നീ ഈ കൊച്ചിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേന്തിനാ? ഞാനും നിങ്ങളോടൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇവളെവിടെയും പോകില്ല, ഇവിടെ നിൽക്കും നമ്മുടെ കൂടെ. മോളെ ആനി, എനിക്കൊരിക്കലും ഇവളെ നമ്മുടെ ഇവിടെ സ്ഥാനത്ത് കാണാൻ പറ്റില്ല മോളെ. ഇത് മേരിയമ്മയുടെ സ്വന്തം ഇവയാണെങ്കിൽ ഈ വീട്ടിൽ കയറ്റില്ലേ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. പപ്പ, മമ്മി, ഇത് നമ്മുടെ ഇവയാ. അവര് പറഞ്ഞ സത്യ പപ്പ. ഇന്നലെ ഞാനും ഇച്ചേച്ചിയും ഓർഫനേജിൽ പോയായിരുന്നു. അപ്പോൾ ഇച്ചേച്ചി അവളെ എവിടെ വെച്ച് കിട്ടിയെന്ന് ചോദിച്ചപ്പം ആൻറ്റിക്ക് അത് അറിയില്ല. ആൻറ്റി വന്നിട്ട് കുറച്ച് വർഷം ആയതേ ഉള്ളല്ലോ. പക്ഷേ എപ്പോഴാണ് അവളെ കിട്ടിയെന്ന് ചോദിച്ചപ്പം അത് ആൻറ്റി പറഞ്ഞു. November 25, 2007. അന്നല്ലേ ഇവ മിസ്സായത്? അതെ, അന്നാണ് അവർക്ക് അവളെ കിട്ടിയത്. അന്ന് അവളുടെ കയ്യിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഇതാ ഫോട്ടോ. അല്ലേതാ, നീ ഇതെങ്ങനെ അറിഞ്ഞു? ഇതറിഞ്ഞപ്പോൾ തന്നെ ആരോൺ എന്നെ വിളിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി ഇവൻ ഓടി വന്നു. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് ആകട്ടെ എന്ന് വെച്ചാ പറയാനത്. അപ്പോൾ ഇന്നലെ ചേച്ചി അത് ഫുൾ ആക്ടിങ് ആയിരുന്നില്ലേ? ഇടി കള്ളി. ഇവ ചെല്ല്. മമ്മി, മോളെ, മമ്മി, മമ്മി, മോളെ, എൻ്റെ പൊന്നു മോളെ, ഇവ എൻ്റെ മാറ്. മമ്മി, മോളെ, പപ്പ. ഇവ ആലിസമ്മ, നിന്നെയാണല്ലോ മോളെ ഞാൻ പറഞ്ഞു വിടാൻ നോക്കിയത്. സാരമില്ല ആലിസമ്മ, ആലിസമ്മ കരയാതെ. മാത്യു പാട് ഇവ. നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരും. ഞങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. ആഡം പൊക്കടാ. അയച്ചായ എടാ, എന്റെ കൊച്ചു നോക്കി. നമ്മുടെ വീട് പഴയ പോലെ ആയല്ലോടി ആലിസേ. അതെ, അവരുടെ ആ സന്തോഷം കണ്ടില്ലേ? മതിയടാ എന്റെ കൊച്ചിനെ തട്ടിക്കളിച്ചത്. താഴെ ഇറക്കടാ. എന്താ ഇവിടെ? മോക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ഈ ആലിസമ്മ ഉണ്ടാക്കി തരാം. മോക്ക് ജ്യൂസ് എടുക്കട്ടെ മമ്മി? അല്ലേ വേണ്ട, കഴിക്കാൻ തരട്ടെ? ഓ, ഇവരിത് കുറെ നേരമായല്ലോ, അങ്ങോട്ട് മാറ്. മോളെ ഇവ, നിനക്ക് എവിടെയെങ്കിലും പോണോ? ഈ പപ്പന്മാര് കൊണ്ടുപോകും. ബീച്ചിൽ പോണോ അതോ മൂവിക്ക് പോണോ? പറ. അല്ലേ വേണ്ട, മോക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ മേടിച്ചിട്ട് വരാം. വാടാ ജോണെ. ആടാ മോളെ, പപ്പ പോയിട്ട് വരാവേ. പപ്പ. എന്താടി ഇത്? ഇവരിവളെ സ്നേഹിച്ചു കൊള്ളുവോ? അങ്ങനെ പോയാൽ മിക്കാറും അതൊന്നും നടക്കൂ ചേച്ചി. ഇവ മോക്ക് മമ്മി പായസം ഉണ്ടാക്കി തരാം. അടുപ്പിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം.
ആലിസമ്മ മോക്ക് കേക്ക് ഉണ്ടാക്കി തരാം. ചോക്ലേറ്റ് ഫ്ലേവർ തന്നെ ആയിക്കോട്ടെ. ദാ ആദ്യം ഇത് കുടി. ആ ബനാന മിൽക്കോ? ഇച്ചായോ ബനാന മിൽക്ക്? ആ കണ്ട് കേട്ടോ ഇവ, കുഞ്ഞിലെ നിനക്ക് ബനാന മിൽക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പാവം എൻ്റെ അരുൺ അതിനു വേണ്ടി എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? ഇച്ചായ മതി സംസാരിച്ചത്. അതു നീ ഇവയും കൊണ്ട് റൂമിൽ പോ, അവൾ ഫ്രഷ് ആകട്ടെ. ആ ഇവ വാടി. ഇവ ഇതാണ് എൻ്റെ റൂം, ഇനി മുതൽ നിൻ്റെയും. ഇത് നീ തന്നെ. എല്ലാവരുടെ റൂമിലും ഇതേപോലെ നിൻ്റെ ഒരു ഫോട്ടോ കാണും. മമ്മി കോഫി. ആ വന്നോ? മമ്മി ഞങ്ങൾക്കും കൂടി. ഓ ഇന്ന് നേരത്തെ ആണല്ലോ. അതിനിപ്പോൾ തനിക്കെന്താ? ഒന്ന് പോടോ. ഡി കുരുട്ടെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഡോ പോടോന്നൊന്നും വിളിക്കരുതെന്ന്. കുരുട്ടോ? അതെൻ്റെ മറ്റവള്. ആ അതിനെ തന്നെ പറഞ്ഞ. എത്ര ധൈര്യം ഉണ്ടായിട്ടാണോ താൻ എന്നെ കുരുട്ടെന്ന് വിളിച്ചത്? ആദ്യം താൻ കണ്ണാടി പോയി നോക്ക്, എന്നിട്ട് പറ ആരാ കുരുട്ടെന്ന്. ബോഡി ഷേമിങ് ഇത് ഞാനിവിടെ അനുവദിക്കില്ല. എടി കാട്ടുപൂച്ചെ, നീ ക്ലാസ്സിൽ വരുന്നത് ഉറങ്ങാനല്ലേ എടി? അപ്പൊ താൻ എന്താണോ ചെയ്യുന്നത്? പഠിപ്പിക്കാൻ വരുന്ന പേരിൽ കണ്ട പെൺപിള്ളേരെ ഫ്ലേർട്ട് ചെയ്ത് നടക്കല്ലോടോ തന്റെ പണി. ആടി ഞാൻ ചിലപ്പോൾ ഫ്ലേട്ട് ചെയ്യും, ചിലപ്പോൾ കറക്കി എടുത്തൊന്നും വരും. അതിനിപ്പോൾ നിനക്കെന്താ എത്ര കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല, താൻ എന്തേലും ചെയ്യും, ഞാൻ പോവാ. മേരിയമ്മ എനിക്ക് കോഫി വേണ്ട, അതും കൂടി അയാൾ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്ക്. ആദു നീ പോടി. മമ്മി സാരമില്ല, അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. എന്നാലോചിച്ചോ ഇത്രയും വേണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, അവളെ കാണുമ്പോൾ ഒന്ന് ചൊറിയാൻ തോന്നും. വൈകാതെ തന്നെ എൻ്റെ മോൻ അവളുടെ കയ്യിൽ നിന്ന് കിട്ടിക്കോളും, അപ്പം പഠിച്ചോളും. മമ്മി ഡോണ്ടു. എൻ്റെ കർത്താവേ, എൻ്റെ ഇച്ചാനെ കാത്തോണേ നീ. ഇവ യൂട്യൂബ്. മേരിയമ്മ ആ നിങ്ങളിരിക്കും, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം. മേരിയമ്മ ഞങ്ങൾക്കും കൂടി. ആ വാ. മമ്മി ഞാൻ ആദുവിനെ വിളിച്ചിട്ട് വരാം. ആ ആദ്യം പറ്റി? കരുതൊല്ലി പോണത് കണ്ടല്ലോ. ആ അത് ഇവൻ എന്തേലും പറഞ്ഞു കാണും. മാം മേ ഐ കം ഇൻ? ആ യെസ്. മാം ഫയൽ. അലക്സ് മീറ്റിംഗ് എപ്പോഴാ? 10 മിനിറ്റിനുള്ളിൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും മാം. ഓക്കെ. ആഡത്തിൻ്റെ പി എ എങ്ങനെയുണ്ട്? ഷി വാസ് എ ബ്രില്യൻറ്റ് ഗേൾ മാം. ഓ പിന്നെ പ്രിയ എങ്ങനെയുണ്ട്? അന്നത്തെ പ്രശ്നത്തിന് ശേഷം ആളൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അന്നത്തെ പ്രശ്നമോ? അലക്സ് എന്തായി പറയുന്നത്? അപ്പം മാഡം ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്താ അലക്സ്? ഹാ ബെസ്റ്റ്. എന്നിട്ട് എമ്മ എന്തെങ്കിലും ചെയ്താ കുട്ടിയെ? ഇല്ല, അതിനു മുമ്പ് ആഡം സാർ ഇടപെട്ട്. ഓ ഇവള് കുറെ നാളായി എൻ്റെ ഇവയെ വേദനിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നത്തോടെ ഞാനിത് നിർത്തിത്തരാം. ജെനി, ഹാ താൻ അറിഞ്ഞോ? എന്ത്? പണ്ട് കാണാതായ ഞങ്ങളുടെ സിസ്റ്ററിനെ കണ്ടുപിടിച്ച്. അതെയോ? ആരാ? പിക്കാണോ കയ്യില്? എന്തിന് പിക്ക്? നേരിട്ട് തന്നെ കാണിച്ചു തരാം. ദേ ആ ഇരിക്കുന്ന ആളാണ്. വാട്ട്? അതെ, ഇവ തന്നെ ഞങ്ങളുടെ സിസ്റ്റർ. ഓ നോ. അതുകൊണ്ട് നിന്റെ വിളച്ചിലൊന്നും ഇനി അങ്ങോട്ട് എടുക്കണ്ട. പിന്നെ അവളെൻ്റെ ഇച്ഛാനുള്ളതാ. അതുകൊണ്ട് ആ പൂതി നിന്റെ മനസ്സിൽ നിന്ന് കളഞ്ഞേരെ. അപ്പോൾ ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ. അത് കേട്ടപ്പോൾ അവളുടെ കിളി മൊത്തം പോയി. അവളുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. അയ്യോ എൻ്റെ മേരിയമ്മേ. എന്തായാലും കൊള്ളാം. ഇച്ചായ എന്തായാലും ഉറപ്പിക്കാൻ നേരത്തെങ്കിലും പറയായിരുന്നു ഇച്ചായ. അതിന് ഞാനൊന്നും ഉറപ്പിച്ചില്ലല്ലോ. ഇല്ലേ? എന്താ മമ്മി എന്തുറപ്പിച്ചെന്നാ ഈ പറയുന്നേ? അപ്പൊ നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. അപ്പൊ ആരും അറിയാതാണ് തീരുമാനിച്ചത്. നീ എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ച് പറ എൻ്റെ ആലിസേ. എൻ്റെ ഇച്ഛായ, നമ്മുടെ മക്കൾ നമ്മളറിയാതെ കല്യാണം കഴിക്കാൻ പോവുക. വാട്ട്? മമ്മി എന്തേ പറയുന്നേ? സംശയം ഉണ്ടെങ്കിൽ നീ നിന്റെ ആടത്തിനോടൊന്ന് ചോദിക്കാനേ. ആഡം എന്താടാ? എനിക്കും പറയാൻ കേട്ടോ. ഓ എമി, ആഡം എന്താ കാര്യം? പപ്പ അത് എടി ഭയങ്കരി. ഇച്ചേച്ചിയുടെ പോക്ക് കണ്ടപ്പോഴേ തോന്നി ആ പ്രിയയുടെ കാര്യത്തിലൊരു തീരുമാനമാക്കാനാന്ന്. എന്നാലും എൻ്റെ എമി. എന്നാലും ഇച്ചേച്ചി അവരെ തള്ളിയിട്ടുണ്ടായിരുന്നു. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ഇവ. ഇച്ചാനെ അവിടെ നിന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ അവൾ ഇച്ചാനെ മടി കിടന്നേനെ.
അതെന്തായാലും നന്നായി. അല്ലിച്ചായ, നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തെ? അത് ഈ സംഭവം നടക്കുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. അത് ശരി. അല്ല ഡേബലെ, ആ പെങ്കുച്ചി ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടോ? അതെന്താ മമ്മി അങ്ങനെ ചോദിച്ചേ? അല്ല, എൻ്റെ മോളായോണ്ട് പറയാൻ പറ്റില്ല. അവൾ എന്തും ചെയ്തെന്ന് വരും. മമ്മി അല്ലേ, നീ എൻ്റെ മോൻ്റെ വക ഒരു മാസ് ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, അതെന്താ നീ പറയാന്? അതേതാ മമ്മി ഇച്ചാൻ്റെ മാസ് ഡയലോഗ്? അത് പറയുന്നതിനെക്കാട്ടി ഞാൻ കാണിച്ചു തരാം. ഇവാ വാ. ആ, നീ പ്രിയ, ഞാൻ ആഡം. ഓക്കെ? ഓ, ഈ മമ്മി നാട്ടിക്കും. അതുറപ്പല്ലേ. അപ്പൊ തുടങ്ങിക്കോ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സാർ. ആക്ഷൻ. ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ചെയ്യും. ഇതൊക്കെ പറയാൻ നീ ആരാ? ബിക്കോസ് ഷീ ഈസ് മൈ ഫിയാൻസേ. എന്നാലും എൻ്റെ ആഡം. പപ്പ ഒന്ന് നിർത്തി എല്ലാവരും, കുറെ നേരമായി. ഞാൻ പോവാ. ഹലോ മാഡം. പോന്നൊക്കെ കൊള്ളാം. പിന്നെ എൻ്റെ മോൻ്റെ ഫിനാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഓ